ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യം. നീ പോയി ശീലോഹ കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായിട്ട് തിരിച്ചു വന്നു. അന്ധനെ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മളിവിടെ കാണുന്നുണ്ടല്ലേ. വേണമെങ്കിൽ ഈശോയ്ക്ക് അന്ധനെ ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ട് അവനെ സുഖപ്പെടുത്താമായിരുന്നു. പക്ഷെ ഈശോ ഒറ്റ വാക്കുകൊണ്ടോ അവനെ സ്പർശിച്ചുകൊണ്ടോ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നില്ല അല്ലേ. മറിച്ചൊരു കാര്യം അവനോട് ഈശോ പറയും, നീ പോയി ശീലോഹ കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായിട്ട് തിരിച്ചു വന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നമുക്ക് അനുഗ്രഹം കിട്ടണം. ഈ ഒരൊറ്റ ചിന്ത മാത്രമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കും. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെട്ട് ഈശോയെ കുറ്റം പറഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കാതെ പള്ളിയിൽ വരാതെ മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന നിമിഷം എനിക്ക് അനുഗ്രഹം കിട്ടണം. സ്നേഹമുള്ളവരെ, അതിനാണ് ഈശോ ഈ അന്ധയാചകന്റെ കാര്യം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുക. അന്ധനോട് പറയുന്നത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചത്. അവൻ ശീലോഹ കുളത്തിൽ പോയി കഴുകിയപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. സ്നേഹമുള്ളവരെ, എൻ്റെ ഈശോയും എന്നോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് പറയുന്നത് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. ഈശോ പറയുന്നത് ചെയ്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥനയുടെ ഫലം കിട്ടത്തുള്ളൂ. പക്ഷെ പലപ്പോഴും ഇത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അന്ധയാചകനെ സംബന്ധിച്ച് അവന് വേണമെങ്കിൽ ചിന്തിക്കാമതി, എനിക്ക് കാഴ്ച പോലും ഇല്ല, എന്നിട്ടും ഈശോ എന്തിനാ എന്നോട് ഇത് പറഞ്ഞത്? കാഴ്ചയില്ലാത്ത ഞാൻ ഈ ശീലോഹ കുളം വരെ പോകേണ്ടേ? അവിടെ പോയി കഴുകിയാലല്ലേ എനിക്ക് കാഴ്ച കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ അവന് ആ വാക്ക് കേൾക്കാതെ ഈശോയെ കുറ്റം പറഞ്ഞിട്ട് പോകാമായിരുന്നു. പക്ഷെ അവൻ അത് കേട്ടു. അവന് കാഴ്ചയില്ലാതിരുന്നിട്ടും അവൻ ത്യാഗമേറ്റെടുത്തുകൊണ്ട് ശീലോഹ കുളത്തിൽ പോയി കഴുകിയപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചത്. സ്നേഹമുള്ളവർ, ഇതേ ത്യാഗം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമേ എനിക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ത്യാഗം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാവുന്നുണ്ടോ? അതോ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ കുറ്റം പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണോ? ആണെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുവാനായിട്ട് അന്ധനെ പോലെ ഈശോ പറയുന്നത് കേട്ടുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിനായി കാത്തിരിക്കാനായിട്ട് ഈശോയോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.